bank banking service. ഇതെന്ത് കോപ്പാ? Please stay on the line while we transfer the call to our. ഞാൻ ഗിറ്റാർ അടിക്കുക ഇടയ്ക്ക് കേട്ടോ. Please note that this call is ഇതാണ് ഡമ്മി. recorded for quality and training purposes. Good evening. Welcome to South Indian Bank. This is Fatima. ഒന്ന് ഹെൽപ്പ് പറഞ്ഞോളൂ. ഇത് ഏത് ബ്രാഞ്ച് ഇത്? സർ ഇപ്പൊ കോള് കണക്ട് ആയിട്ടുള്ളത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സെൻട്രലൈസ്ഡ് ഹെൽപ്പ് ഡെസ്കിലേക്കാണ് സർ. ഓക്കെ, അത് സർ എന്റെ ഡീറ്റെയിൽ അറിയാനായിട്ടായിരുന്നു. ഡീറ്റെയിൽ അറിയാനായിട്ടല്ല, എനിക്ക് ഈയിടെ അതായത് ഒരു 400 രൂപ ബാക്കി കിടപ്പുണ്ടായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ ലോണിൻ്റെ. ഓക്കെ, അത് ഇപ്പോൾ 5,000 റുപ്പീസ് ആയിട്ട് 400 രൂപ 5,000 റുപ്പീസ് ആയിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 1,200 സംതിങ് വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ഡിഡക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പം ഇത് ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് 400 രൂപ ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതായത് എനിക്ക് 40,000 സംതിങ് നേരത്തെ വിദ്യാഭ്യാസ ലോൺ എടുത്തിൻ്റെ ബാക്കി അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു 2018 അപ്പോൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് സർക്കാർ അടച്ചോളും, സബ്സിഡി തരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അത് അപ്പം ആ സമയത്തൊക്കെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം എനിക്കറിയത്തില്ല എന്നാ ഇത് സർക്കാർ അടച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് മുതൽ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, ഇതുപോലെ ലോൺ അടയ്ക്കാൻ, ലോണിൻ്റെ ഇത്ര വെച്ച് അടയ്ക്കാൻ ബാക്കി കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ വീണ്ടും ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അങ്ങനെ വരും, കുഴപ്പമില്ല, സർക്കാർ ഇത് ഫുൾ അടച്ചു കഴിയുമ്പം അത് ഓട്ടോമാറ്റിക്കലി പിന്നെ ആ മെസ്സേജ് വരത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ അല്ല, മെസ്സേജ് വരത്തില്ലെന്ന് അവർ പറഞ്ഞില്ല. പക്ഷേ ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട, ഗവൺമെൻറ് അടച്ചോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ഇത് 2018 കഴിഞ്ഞിട്ട് ഇപ്പോൾ വരെ എനിക്ക് വരുന്നുണ്ട് ഈ മെസ്സേജ്. അപ്പോൾ ഈയിടെ 1,200 വെച്ച് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തപ്പോൾ ഞാൻ ഇതുപോലെ ബാങ്കിൽ ചെന്ന് അമ്മയെ വിട്ട് ചോദിപ്പിച്ചു. ഞാനിപ്പം എറണാകുളത്താണ്, അപ്പം ബ്രാഞ്ചിൽ വിട്ട് ചോദിച്ചു, പത്തനംതിട്ട ബ്രാഞ്ച് തീയാടിക്കൽ. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നു ഇതുപോലെ ആ 400 രൂപയുടെ പലിശയാണ് ഇത്രയും 5,000 സംതിങ് ആയിട്ടുണ്ട്, അതാണ് ഇവർ ഡിഡക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ 400 രൂപ ആദ്യമേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഈ 1,200 വെച്ച് ഇത് ഇപ്പോൾ ഡിഡക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത്. എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം അതായത് ഞാൻ പറയുന്നത് 40,000 രൂപ സംതിങ് ഏണ്ട ഉണ്ടായിരുന്നു, അത് ഗവൺമെൻറ് അടച്ചതിൻ്റെ ബാക്കി 400 അവിടെ കിടപ്പുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അന്ന് മുതൽ മെസ്സേജ് വരുന്നതാണ് ഇതുപോലെ ഏതായാലും 4,000 സംതിങ് വെച്ചിട്ട് അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതായത് അത്രയാണ് ഓരോ മാസം അടയ്ക്കേണ്ട അടവ്. അത് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത്ര അടയ്ക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സമയം ഞാൻ ചോദിച്ചു, അതായത് 2018 സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഗവൺമെൻറ് അടച്ചോളും, നിങ്ങൾ കാര്യമാക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഗവൺമെൻറ് അടിച്ചതിൻ്റെ ഒരു 400 രൂപ ബാക്കി കിടപ്പുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ 5,000 റുപ്പീസ് അയക്കുന്നത്. അതെ അതെ. 7155. വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയാമോ? 30 May 1995. ഓക്കേ, അഡ്രസ്സിന്റെ പിൻകോഡ് ഒന്ന് പറയാമോ? 689613. ഫുൾ അഡ്രസ് പറയാമോ സർ? തിയോഡിക്കൽ PO. ഓക്കേ, പിന്നെ തിയോഡിക്കൽ തന്നെ 68961. എത്രയാണത്? ജില്ല ഒന്ന് പറയാമോ? പത്തനംതിട്ട. ഓക്കേ, പിൻകോഡ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ സർ? എനിക്ക് പറയാം. ഓക്കേ, ഇന്നും പറ്റത്തില്ലെന്ന് പറയാനും കേട്ടോ, ഒന്നും ശരിയാകത്തില്ല. 689613. ഓക്കേ സർ, താങ്ക് യു ഫോർ ദി വെരിഫിക്കേഷൻ. സാറിന്റെ ലോൺ അക്കൗണ്ട് നമ്പർ ഒന്ന് പറയാമോ? ഞാൻ നോക്കട്ടെ ഒരു സെക്കൻഡ്. ലോൺ അക്കൗണ്ടിൻ്റെ അവസാനത്തെ നമ്പർ 0072. 0072. ആ, പേഴ്സണൽ ലോൺ ആണോ സർ? എഡ്യൂക്കേഷൻ ലോണാണ്. ലൈനിൽ ഒരു അല്പം ടൈം ഒന്ന് ഹോൾഡ് ചെയ്യാമോ സർ? ആ, അത് ഞങ്ങൾ ഏറ്റു. എന്തിനും തയ്യാറാണ്, നമുക്ക് പൈസ കിട്ടിയാൽ മതി, നമുക്ക് കാശ് എന്തൊക്കെ സംഭവിച്ചാലും അല്ലേ പൈസ. ഇത് നമ്മുടെ ഡമ്മി പരിപാടി നടത്താൻ പോവാ. ഇത് നടന്നില്ല, ഡമ്മി എടുത്ത് താഴെ ഇടും. ഡമ്മി
അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ? അല്ല, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്ക്. ഓ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് 40,000 സബ്സിഡി ഗവൺമെന്റ് അടച്ചു കഴിഞ്ഞ് ബാക്കി വന്ന 400 രൂപയിലുള്ള കളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 7 വർഷമായി ഈ 400 രൂപയുടെ പലിശയുടെ മേളിൽ പലിശ അടിച്ചിട്ടിട്ടിട്ട് ഇപ്പൊ ഏകദേശം അതിൽ 5,000 രൂപ വരെ ആക്കിയെടുത്ത ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഈ നടപടിയോട് നിങ്ങൾ യോജിക്കുന്നു? സുഹൃത്തുക്കളെ, ഒന്നും കേൾക്കത്തില്ല അവിടെ, ആ ശബ്ദം കേട്ടോണ്ടിരിക്കും. മനസ്സിലായോ? ശരിയാണല്ലോ. ഒന്നും കേൾക്കത്തില്ലായിരിക്കും. വെയിറ്റ്, അത് അവിടെ മൈക്കുണ്ടാകുന്നത് ഞാൻ ഓർത്തില്ല. അതായത് ഒന്നുകൂടെ പറയണോ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തു 40,000 രൂപ അല്ലേ? അല്ലല്ലേ, എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ബാക്കി 40,000 രൂപ സബ്സിഡി ഉണ്ടാകുന്നു ഗവൺമെന്റ് അടയ്ക്കുമെന്ന് പറഞ്ഞു. അത് ബാങ്കുകാർ പറഞ്ഞത് ഓക്കെ അടയ്ക്കും, അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നാണ് ഗവൺമെന്റ് അടച്ചതെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ ഒരു സമയമായപ്പോ തൊട്ട് മൊബൈലിൽ മെസ്സേജ് വരുന്നുണ്ട്. അതിന് മുമ്പ് എല്ലാ മാസവും അത് ഈ ലോൺ അടയ്ക്കേണ്ട സമയമാകുമ്പോൾ 4,000 രൂപ അടയ്ക്കുക, 4,000 രൂപ അടയ്ക്കുന്ന മെസ്സേജ് വരാറുണ്ട്, എല്ലാവർക്കും വരാറുണ്ട് എന്ന് പറഞ്ഞ പോലെ അത് കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ ബാങ്കുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. കാര്യമാക്കേണ്ട സാർ എന്ന് പറഞ്ഞു, 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞവരെ പറഞ്ഞു. അപ്പോൾ ഉടനെ ഓക്കെ കാര്യമാക്കത്തില്ലല്ലോ, ഗവൺമെന്റ് അടച്ചല്ലോ. അത് കഴിഞ്ഞ് പിന്നെ എന്തിനാണ് ഇത് വരുന്നത്? ബാങ്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം, നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വരികയാണ്. ചില കളികൾ കളിക്കാനും ചില കളികൾ കളിപ്പിക്കാനും പറ്റിക്കാനും ഉടായിപ്പിക്കാനുമായി ഇന്ദുചൂടൻ വന്നിരിക്കുകയാണ്. മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി കൂറ ഡയലോഗ് അടിച്ച്. എന്താ സംഭവം എന്നറിയോ? ഇപ്പോൾ വന്നിട്ട് 5,000 രൂപയായെന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ 400 രൂപ ബാക്കി ഉണ്ടായിരുന്നു അതിനകത്ത്, ഈ ലോണിൽ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ 400 രൂപ അടയ്ക്കാഞ്ഞത് കൊണ്ട് അതിപ്പോൾ 2025 അത് 5,000 രൂപയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് 1,200 രൂപ വെച്ച് ഡിഡക്ട് ചെയ്തിരിക്കുന്നു 2 മാസമായിട്ടല്ലേ. ഓ, അതായത് നമുക്ക് വൈകുന്നേരം 2 അടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ചവിട്ടാനും കുത്താനും പിടിക്കാനും ഒരു ഭാര്യ വേണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇന്ദുചൂടൻ്റെ ഓരോ രീതികളെ. അപ്പോൾ ഇന്ദുചൂടൻ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ 400 രൂപ ഇട്ട് പലിശ ഇട്ടിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ 4,000 രൂപ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ മെസ്സേജ് അയച്ചോണ്ടിരുന്നത്? അത് നേരത്തെ പോലെ വരുന്ന സാധനം അതാണ്. പക്ഷെ അപ്പൊ രണ്ടാമത് പിന്നെ അവർ 4,000 രൂപയല്ലേ ചോദിച്ചോണ്ടിരുന്നത്? അടച്ചത് എന്താന്ന് അടച്ചു കഴിഞ്ഞ് നിർത്തിയിട്ടുണ്ടോ അവരെ മെസ്സേജിന്റെ? ഇല്ല. അപ്പോൾ ഗവൺമെന്റ് 40,000 രൂപ അടച്ചിട്ട് പോലും അതേ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക. അവർ മെസ്സേജ് അയക്കൽ നിർത്തിയിട്ടൊന്നുമില്ല. അത് കാര്യമാക്കണ്ട. കാരണം 400 രൂപയുടെ മെസ്സേജ് നമുക്ക് വന്നിട്ടില്ല, ഇല്ലല്ലോ. 400 രൂപയാണ് അടയ്ക്കാനുള്ളത്, അത് ഞങ്ങൾ അങ്ങ് ഡിഡക്ട് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നതിൽ ഒരു കുഴപ്പമില്ല. ഈ 1,200 രൂപ നമ്മളോട് ചോദിക്കാതെ അവർക്ക് ഡിഡക്ട് ചെയ്യാമെങ്കിൽ 400 രൂപ അവർക്ക് ഡിഡക്ട് ചെയ്താൽ മതിയല്ലോ. അതെന്ത് തരം പരിപാടി? അതൊരു വല്ലാത്ത പരിപാടിയാണല്ലോ. 400 രൂപ അടയ്ക്കാനുള്ള ഒരാളുടെ മണ്ടയ്ക്കോട്ട് 5 വർഷം 6 വർഷമൊക്കെ പലിശ അടുപ്പിച്ച് അടിച്ച് കയറ്റിയിട്ട് അവസാനം 1,200 രൂപ ഡിഡക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ പിന്നെ ആദ്യം 400 രൂപ ഡിഡക്ട് ചെയ്താൽ പോരെ? നമ്മുടെ ഈ ഇദ്ദേഹം ചോദിക്കുന്നത് അതല്ലേ ന്യായമല്ലേ ചോദിച്ചത്? അല്ല ശരിയല്ലേ? എന്തൊരു തെണ്ടിത്തരം ഇത്! എന്ത് തരം പ്രത്യേകതരം ഒരു തെണ്ടിത്തരം കണ്ടുപിടിച്ചേക്കുവാണല്ലോ. ഇത് എന്ത് സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നതാണ് എനിക്കറിയേണ്ടത്. ഇതൊരു സിസ്റ്റമാണ്, ഇതിനകത്ത് കയറ്റി കഴിഞ്ഞാൽ മനുഷ്യന് ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല. എന്നാൽ പോലും അതിന് നോട്ടിഫിക്കേഷൻ വരുന്നത്, ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ടല്ല വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. അതുകൂടാതെ അവർ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇൻഫർമേഷൻസ് ഇവർക്ക് കിട്ടുന്നതും തെറ്റാണ്. അവിടെ 2 തെറ്റ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നത്തെ തെറ്റെന്ന് പറയുന്നത്, ഇത്രയും നാളും ഈ പലിശ ഇട്ടുകൊണ്ടിരിക്കുന്നതിന് പകരം ആദ്യത്തെ മാസം തന്നെ ഈ വിവരം അറിയിച്ച് 400 രൂപ കട്ട് ചെയ്തെടുക്കുകയാണ് അന്തസ് വേണം. അന്തസ് സൗത്ത് ഇന്ത്യൻ ബാങ്കേ ഇങ്ങനെയുണ്ട് അന്തസ്സില്ലാത്ത പണി ചെയ്യുന്നത്. ഇതൊരു അന്തസ്സില്ലായ്മയല്ലേ? പാതിരാത്രിക്ക് വിളിച്ചുണർത്തിയിട്ട് 5,000 രൂപ വേണമെന്ന് പറയുന്ന അന്തസ് ഒന്നോടാ മൈരേ നിനക്കൊക്കെ. ബാക്കിയൊക്കെ ഇനി മുകേഷിന്റെ ഡയലോഗ് വേണേ ഇട്ട് തരാം. വന്നിരിക്കുന്നു ബാസ്റ്റ എന്തൊക്കെ വിളിച്ചേളെന്ന് രാത്രി ഒരു 11:00 ഫോൺ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രി. അപ്പൊ ഇതൊക്കെ എന്തോ ഇവിടെ നടക്കുന്നേ? ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ആൾക്കാർ, മനസ്സിലായോ? സൗത്ത് ഇന്ത്യൻ ബാങ്കേ എടാ, നാണം ഉണ്ടോടാ, ഉളുപ്പുണ്ടോടാ നിനക്ക്? അതും ഗവൺമെന്റ്, ഞങ്ങളുടെ ഗവൺമെന്റ് പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നീ ആൾക്കാരെ പറ്റിക്കായിരിക്കുമല്ലോ. ഇതുപോലെ എത്ര പേർക്ക് ഉണ്ടാവും? ഒരു സെക്കൻഡേ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് കമന്റിലോ അല്ലാതെയൊക്കെ ഇതുപോലെയൊക്കെ വിളിച്ചിട്ട് കോളൊക്കെ റെക്കോർഡ് ചെയ്ത് അയച്ചു തരുമോ എന്തെങ്കിലും ചെയ്താൽ ഞാനിങ്ങനെ പബ്ലിഷ് ചെയ്യാം കേട്ടോ. ഇതൊരു തട്ടിപ്പാണ്, മനസ്സിലായി? പലതരം തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ CBI ആണ്, ജഡ്ജാണ്, പോലീസാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സംഭാഷണം നമുക്ക് ഏത് കോളിൽ ആരെ വിളിച്ചാലും കേൾക്കാൻ പറ്റും. ഇവരെ വിളിച്ചപ്പോഴും അത് തന്നെ ആദ്യം കേട്ടു, അവരും അത് തന്നെ കേൾക്കുന്നുണ്ടാവും ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു പരിപാടിയാണ് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവരുടെ പേര് കൂടെ അതിനകത്ത് ചേർക്കണം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത് 2014 അതെ. ഓക്കെ സാർ, അതായത് ഈ ഒരു 2020 ആയപ്പോഴല്ലേ സാർ ആ ഒരു എമൗണ്ട് റിമൈനിങ് ഉണ്ടായിരുന്നത്? അതെ. ഓക്കെ, അതായത് ആ ഒരു ലോണിന്റെ എമൗണ്ട് സാർ കുറച്ച്, അതായത് ഒരു 400 സംതിങ്, അതായത് 426 രൂപ സംതിങ് റിമൈനിങ് ബാലൻസ് ഉണ്ടായിരുന്നു സാറിന്റെ ആ ഒരു ലോണില്. അതെ.
ആ ഒരു ലോണിൽ അപ്പൊ ഓരോ മാസം അതിന്റെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുവായിരുന്നു. അതായത് 15 രൂപ 16 രൂപ അങ്ങനെ വെച്ചിട്ട് ആ ഒരു ലോണിന്റെ റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ഓരോ മാസവും ജനറേറ്റ് ആവുന്നുണ്ടായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റ് സാറിന്റെ അക്കൗണ്ടിൽ നിന്ന് ഫുൾ ആയിട്ട് സെറ്റിൽ ചെയ്തത് ഈ ഒരു മാസമാണ്. ഞാൻ ചോദിക്കുന്നത് അതായത് ബ്രാഞ്ചിൽ എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്കതിപ്പോ കൺഫേം അല്ല സാർ. അത് അക്കൗണ്ടിൽ ആക്ച്വലി സംഭവിച്ചത് ഇങ്ങനെയാണ്. മനസ്സിലായി. പക്ഷെ എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് ഈ 400 രൂപ അവിടെ കിടപ്പുണ്ട്, അതെടുക്കാതെ ഈ പലിശ ഇത്ര ആയപ്പോൾ മാത്രം എന്തുകൊണ്ട് എടുക്കുന്നത്? ഈ പലിശ ഇത്രയും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാതെ? സാർ അതായത് ആ ഒരു എമൗണ്ട് സാറിന്റെ അടുത്ത് ബ്രാഞ്ചിൽ സർവീസ് ചെയ്ത ടൈമിൽ അത് അടക്കണ്ടാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്ന പേയ്മെന്റ്? അത് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറയാം, അതായത് ഗവൺമെന്റ് സബ്സിഡി തരും എന്ന് പറഞ്ഞു. അപ്പം ഏകദേശം ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് മാനേജർ പറഞ്ഞു ഇത്രയും ആയിരിക്കും ഗവൺമെന്റ് അടയ്ക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഈ പൈസ ഇവിടെ കിടന്നോട്ടെ, നിങ്ങൾ അടയ്ക്കണ്ടെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല. പക്ഷേ ഗവൺമെന്റ് അപ്പം അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, ഇത്ര വെച്ച് അടയ്ക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ഗവൺമെന്റ് അടച്ചോളും, അടച്ചു കഴിയുമ്പോൾ കുഴപ്പമില്ല, ഇത് അടച്ചോളും, ഈ മെസ്സേജ് നിങ്ങൾ കാര്യമാക്കേണ്ട, ഗവൺമെന്റ് ഇത് അടച്ചോളൂ എന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷേ ഈ ഗവൺമെന്റ് ഇത് അടച്ചത് എപ്പോഴാന്ന് പറഞ്ഞില്ല, ഇതുവരെ മെസ്സേജും വരുന്നുണ്ട്. ഞാൻ ഓർത്ത് ഇത് കാര്യമാക്കേണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യമാക്കിയില്ല. എന്നിട്ട് ഈ 400 രൂപ അവിടെ കിടന്ന് ഇതിപ്പോ പലിശയായി 5000 രൂപ ആയപ്പോ നിങ്ങൾ ഇത് ഒരുമിച്ച് സെറ്റിൽ ചെയ്യാന്ന് വെച്ചാൽ ഒരുമിച്ച് എന്തോ സെറ്റിൽ ചെയ്തത്? മുതലും പലിശ ഉൾപ്പെടെയാണോ സെറ്റിൽ ചെയ്തത്? അതായത് ഇതുവരെയുള്ള ഇൻട്രസ്റ്റ് ഇല്ലേ, ഇപ്പൊ ഈ ഒരു ലോൺ അക്കൗണ്ട് ഇപ്പൊ നിലവിൽ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ലോൺ ഇപ്പൊ ക്ലോസ് ആയിട്ട് കാണിക്കുന്നത് 18/2/25 അത് അമ്മ ചെന്ന് ക്ലോസ് ചെയ്തതാണ്. ഓക്കെ. അതായത് ഈ ഒരു ലോൺ സാർ എത്ര വർഷത്തേക്കായിരുന്നു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്? 4 വർഷത്തേക്ക് എടുത്തിരുന്നേ. 4 വർഷത്തേക്ക് 14. അപ്പോഴും പ്രശ്നമുണ്ട്. 4 വർഷത്തേക്ക് എടുത്ത ലോൺ 4 വർഷം ക്ലോസ് ആവാതെ കിടന്നിട്ട് പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത് എന്തോ 2018 ക്ലോസ് ആവേണ്ട ലോൺ ആയിരുന്നത്. അവിടെ ക്ലോസ് ആവണം അല്ലെ ആക്കണം. വലിയൊരു എമൗണ്ട് ആണ് ഇവരെന്ത് ചെയ്യാൻ പോകുന്നത്? കോളന്റ് ആയിട്ടുണ്ട്. അല്ല, ഇതിപ്പോ 400 രൂപയുടെ കേസൊക്കെ ആയതുകൊണ്ട് വെച്ചോണ്ടിരുന്നിരുന്ന ആ സോഫ്റ്റ്വെയർ അങ്ങ് കൂട്ടി കളിച്ചത്. ഇത് കൂടുതൽ എമൗണ്ട് ആണെങ്കിലോ അവര് ഈ 6 വർഷമൊക്കെ ഇങ്ങനെ അനങ്ങാതിരിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ ഇത് തട്ടിപ്പാണ്, ഇത് സോഫ്റ്റ്വെയർ തട്ടിപ്പാണ്. സോഫ്റ്റ്വെയർ ചെയ്തതിനകത്തുള്ള കുഴപ്പമോ അവർ ആ ഒരു ചെറിയ എമൗണ്ട്, പക്ഷെ ചെറിയ എമൗണ്ട് ആണെങ്കിലും വലിയ എമൗണ്ട് ആണെങ്കിലും ഒരേ ആക്ഷൻ ആണല്ലോ വരേണ്ടത് അതിനകത്ത്. തനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വല്ല മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ വർഷമോ അതിന് മുന്നത്തെ വർഷമോ വല്ല മെസ്സേജ് വന്നിട്ടുണ്ടോ ബാങ്കിൽ നിന്ന് ഇവരുടെ? ഇല്ല, എനിക്കറിയത്തില്ല. ഇല്ല. അവർ പറഞ്ഞ് നോക്കണ്ടെന്ന് പറയുകയും ചെയ്തു. സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന മെസ്സേജ് പിന്നെ സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്നാൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. അത് ഇപ്പൊ ഡിഡക്ട് ചെയ്യാനാണെങ്കിൽ അന്ന് അന്തസ്സായിട്ട് 400 രൂപ ഡിഡക്ട് ചെയ്യാം. അക്കൗണ്ടിൽ പൈസ ഉള്ളപ്പോൾ ലോൺ ക്ലോസ് ആകുന്ന സമയം കഴിഞ്ഞ് ഏത് സമയത്ത് വേണമെങ്കിലും അത് കട്ട് ചെയ്യാം. വരുന്ന അക്കൗണ്ട് അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ മൈനസ് ബാലൻസ് ഒക്കെ കാണിക്കുമല്ലോ ഇവര്, പിന്നെ എമൗണ്ട് കൂടുതലാണെങ്കിൽ. എന്നിട്ട് അപ്പൊ തന്നെ പൈസ വീണ അപ്പൊ ഡിഡക്ട് ചെയ്യാറുണ്ട്. 400 രൂപ മാത്രം ഇങ്ങനെ ഡിഡക്ട് ചെയ്യാതിരുന്നു. അത് കൊള്ളാലോ. അതെന്താ വെച്ചാൽ ശരിയാ, ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലാതിരുന്നു. ഇവർക്ക് പൈസക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ബാങ്ക് നമ്മുടെ അടയ്ക്കാതെ കിടന്നതിലെല്ലാം എന്താ അപ്ലൈ ചെയ്തതാ കൊണ്ടുപോയി. മനസ്സിലായത് എനിക്ക്? പറ്റിക്കാനുള്ള ശ്രമം അതാ ഇപ്പൊ നടന്നത്. കാരണം ഈ സാധനം ചിലപ്പോ ഇപ്പൊ ഒരു കോളമാണെന്ന് വിചാരിക്കരുത്, അതിനപ്പുറത്തൊരു ഒരു ഐഡിയലായി പോയ കുറെ സാധനങ്ങൾ കാണുമോ. ഇപ്പൊ 400, 500, 1000 ഒക്കെ കിടപ്പുണ്ടാവും. അപ്പൊ ഇപ്പൊ പൈസക്ക് അത്യാവശ്യം വന്നു സൗത്ത് ഇന്ത്യൻ. അപ്പോൾ തന്നെ പറഞ്ഞ് ഇതുണ്ട് ഇവിടോട്ട് കൊണ്ട് ഇതങ്ങ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ കൊണ്ട് കൊടുത്തു, കമാൻഡും കൊടുക്കുവാണ്. ഇത്ര വർഷം കിടന്നവരുടെ എല്ലാം പലിശ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു സാധനം അങ്ങ് വെക്കുക. അപ്പോൾ ഉടനെ എന്ത് പറഞ്ഞു? എല്ലാവരെയും പറ്റിച്ചേ നിങ്ങളെ പറ്റിച്ചേ. അതാ സംഭവിച്ചത്. അല്ല 400 രൂപ ഇവിടെ കോടികൾ എഴുതി തള്ളിയേക്കുന്നു. അതെ, വിജയ് വലിയൊക്കെ പോയി. അതുപോലെ തന്നെ വലിയ വലിയ എന്തെല്ലാം കമ്പനികളുടെ കടങ്ങളാണ് എഴുതി തള്ളിയിരിക്കുന്നത്. എല്ലാം വേണ്ട. ഇവിടെ എന്തോ 400 രൂപയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് നാണക്കേടാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സോഫ്റ്റ്വെയർ ഒന്ന് മനസ്സിലാക്കണ്ടേ? സോഫ്റ്റ്വെയർ അതായത് നമുക്ക് ബാങ്ക് ബാലൻസ് കുറവാ, കുറച്ച് നാളായിട്ട് ബാങ്ക് ബാലൻസ് സീറോ ആണെങ്കിൽ ഓക്കെയാ, ഡിഡക്ട് ചെയ്തു. അല്ല പിന്നെ എപ്പോ അക്കൗണ്ടിൽ പൈസ അപ്പോൾ ഡിഡക്ട് ചെയ്യും. ഈ സാധനം ഇതിനകത്ത് കാണിക്കാതെ അതെന്നാ കാണിക്കാത്തെ? തന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ഇതുവരെ പൈസ ഒന്നും വീണില്ലെന്നാണോ അവർ പറയുന്നത്? ഇത്ര നാൾ ഉപയോഗിച്ചോണ്ടിരുന്ന അക്കൗണ്ടല്ലേ? പിന്നല്ലാതെ. അപ്പൊ കൊള്ളാം, അടിപൊളി അടിക്കുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കേ. സൗത്ത് ഇന്ത്യൻ ബാങ്കേ ഒരു മാസം പോലും എന്തായാലും സീറോയ്ക്കായിട്ട് ഒരു മാസം എന്തായാലും കടന്നിട്ടില്ല. ഉറപ്പാ? ഇല്ല, അത് ഉറപ്പാ. അല്ല ഇത്രയും കൊല്ലം കിടക്കുവോ? അങ്ങനെ സീറോ ബാലൻസ് അക്കൗണ്ട് വെച്ചോണ്ടിരുന്ന ഇമാരത് ക്യാൻസൽ ചെയ്യത്തില്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര മൈനസ് വരുന്നല്ല, മൈനസിന്റെ പ്രശ്നമല്ല. അപ്പൊ തന്നെ ഇവർ അക്കൗണ്ട് ക്യാൻസൽ ചെയ്യോ? ഇത്രയും കൊല്ലം ഐഡിയലായിട്ട് അക്കൗണ്ട് തോന്നുന്നില്ല. എന്നിട്ട് എന്നേലും ഇവർ കുറച്ച് പൈസ ഇട്ട് അത് മൊത്തം വലിക്കണ്ടേ? ഒരിക്കലും അങ്ങനെ സീറോ ബാലൻസ് അക്കൗണ്ട് അവർ കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയും. കുഴപ്പമില്ല. അത് അങ്ങനെ വെച്ചോണ്ടിരിക്കത്തൊന്നുമില്ല. ഒരുപാട് വർഷം 7 വർഷമൊന്നും വെച്ചോണ്ടിരിക്കത്തില്ല. അപ്പൊ അതിന്റെ കോള് വരും, ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുമല്ലോ, എന്താണ് നിങ്ങൾ അക്കൗണ്ട് ആക്റ്റീവ് ആക്കാത്തത്, പുതിയ അക്കൗണ്ട് വേണോ സർ, നിങ്ങൾ വിളിക്കാറില്ലേ ഇവര് ബാങ്കിൽ നിന്നൊക്കെ? അങ്ങനെയൊക്കെ ബാങ്കിൽ മാത്രമല്ല, നിങ്ങൾ ബാങ്കിൽ പോകാറുണ്ടല്ലോ,
സൗത്ത് ഇന്ത്യൻ ബാങ്കിലല്ലേ നിങ്ങളുടെ അക്കൗണ്ട് ഒക്കെ, അവിടെ നിങ്ങൾ പോകാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇവർ അത് അറിയിക്കാത്തൊന്നും? അപ്പൊ ഇവരുടെ സിസ്റ്റത്തിന് എന്താ കുഴപ്പമുണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യൻ ബാങ്കുമായിട്ടുള്ള സംഭവം സൂക്ഷിക്കണം. കാരണം ഇതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് റോങ് ആയിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ടുള്ള ആൾക്കാർ എല്ലാവരും ഒന്ന് അവരുടെ ട്രാൻസാക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കുക. കാരണം ഇതൊരു സോഫ്റ്റ്വെയർ എററാണ്, അല്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല. ഒരു മനുഷ്യനിരുന്ന് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തൊന്നും ഇല്ല. അപ്പോൾ അത് അന്ന് അവിടെ ആ 400 രൂപ കിടന്നത് ഇപ്പൊ പെട്ടെന്നൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ട് അത് ചെയ്തെടുക്കുന്നതായി കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേർക്ക് പൈസ നഷ്ടം വരും. കോടികളുടെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ കോൾ ചെയ്യുമ്പോൾ പറയത്തില്ലേ, നിങ്ങൾ പ്രധാനമന്ത്രി വിളിച്ച ഫോൺ എടുക്കരുത്, ജഡ്ജി വിളിച്ചെടുക്കരുത്, പോലീസ് വിളിച്ചെടുക്കരുത്, CBI വിളിച്ചെടുക്കരുത്, അത് എടുക്കരുത്, ഇതെടുക്കരുത് എന്നൊക്കെ പറയത്തില്ലേ. എന്ന് പറഞ്ഞാൽ പറയുക, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അക്കൗണ്ടിൽ പൈസ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് പഴയ എന്തെങ്കിലും ബാക്കിയുണ്ട്, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഡിഡക്ട് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെലിഫോൺ സന്ദേശത്തിൽ അറിയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. സാർ, ആരാണ് ഇത് ചെയ്യുന്നത്? ആ വിവരം പറയുന്ന ആളാരാ? അവർ പറ ഇതൊക്കെ. അല്ലെ എല്ലാവരും അറിയണ്ടേ ഇതൊക്കെ? ഇത് എത്ര പേര് പൈസ പോയി കാണും? അങ്ങനെയുള്ള ഒരു കമന്റ് അടിക്കുക, ഷെയർ ചെയ്യും, വീഡിയോ ഷെയർ ചെയ്യും, അറിയട്ടെ എല്ലാവരും. അല്ല പിന്നെ ഇത് കേട്ടില്ല എന്തോ ഈ പറയുന്നത്? 4 വർഷമായിട്ട് ഇരിക്കുക, വേറെ ആരും ആയിരിക്കും എടുക്കുന്നത്. നേരത്തെ വിളിച്ചോടെ പേര് പോലും ചോദിച്ചില്ല. ഇപ്പൊ ഒരാൾ വിളിച്ച സെയിം പെണ്ണാണോ മോളെ? പേരെന്താ? അയ്യോ വേറെ ആളാ. ഞാൻ കുറച്ച് മുമ്പ് ഒരാളെ വിളിച്ചായിരുന്നു. അപ്പോൾ അയാൾ കുറച്ച് ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞ് ഫോൺ എന്നോട് പറഞ്ഞു, ലൈനിൽ നിൽക്കാൻ പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പോയി. കട്ട് ചെയ്തതായിരിക്കില്ല, മേ ബി ഓട്ടോമാറ്റിക്കലി കട്ട് ആയി പോയതായിരിക്കും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം. എന്ത് റിലേറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഗോൾഡ് ലോൺ അങ്ങനെ എന്തെങ്കിലും ആണോ? ഗോൾഡ് ലോൺ അല്ല, ഞാനൊരു വിദ്യാഭ്യാസ ലോൺ എടുത്തിരുന്നു. എഡ്യൂക്കേഷൻ ലോൺ 2014 എടുത്ത 4 വർഷത്തേക്ക്. ഇതിനിപ്പോ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി. ഞാൻ പറയുന്നൊക്കെ പഴയ ആളെ കിട്ടണം. എങ്ങനെയായിരുന്നു? വിളിച്ചില്ല, അവര് തിരിച്ചു വിളിച്ചില്ല. അവര് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? അവർക്ക് അവര് തിരിച്ചു വിളിക്കാൻ പറ്റുമോ? പുതിയ സാർ ഇങ്ങോട്ട് വിളിക്കുന്നതുകൊണ്ട് ബിസി ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. എന്നാ ഓക്കെ, ശരി. ഞാൻ അവരോട് പറഞ്ഞാൽ മതിയോ തിരിച്ചു വിളിക്കാൻ? മതി 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 മതി. ഓക്കെ ഓക്കെ. സാറിന്റെ പേര് ഓക്കെ ഇപ്പൊ തന്നെ പറയാവേ, അതിപ്പോ തന്നെ വിളിക്കുന്നത്. ശരി ശരി, ഓക്കെ, താങ്ക് യു. എല്ലാവരും കഥ പറയാനിരുന്നത് ഇവർക്ക് അറിയത്തില്ലല്ലോ. അവരെന്ത് ഒന്നും അറിയത്തില്ല. ഒരു ജോലി കിട്ടി, അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ജോലി. എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവരുടെ ഓരോ കോളും ഒക്കെ അറ്റൻഡ് ചെയ്ത് അവർ തട്ടിപ്പ് നടത്തുകയും ഇവർ സമാധാനം പറയുന്ന ജോലി വല്ലാത്തൊരു ജോലി തന്നെയാണ് ഈ ജോലി, അല്ലേ? ഇങ്ങനെയുള്ള ജോലികൾ എല്ലാ കമ്പനികളും ഒരുപാട് പേർക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാം തട്ടിപ്പായതുകൊണ്ടേ. ഇതുപോലെ വേറൊരു തട്ടിപ്പാണ് ഇപ്പൊ ഈ ഇതിനകത്ത് ഓട്ടോമൊബൈൽ ഫീൽഡിൽ നടക്കുന്നത്. ഷോറൂമുകളിൽ കസ്റ്റമേഴ്സിനെ കൊണ്ട് ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുക, ആവശ്യമില്ലാത്ത എക്സ്ട്രാ കോട്ടിങ് അടിപ്പിക്കുക. ഇതൊക്കെ ടാർഗറ്റ് ഇവർക്കുള്ള ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ കിയ വെച്ചിട്ട് ഒരു വണ്ടിയിൽ ഒന്ന് തട്ടി പറയുന്നു. എൻ്റെ കുഴപ്പമാണ്. ഞാൻ ഓക്കെ ശരി എന്താ ചെയ്യണം? ഒന്നും ചെയ്യാനില്ല, 2 പേർക്ക് ഇൻഷുറൻസ് കൊണ്ട് കാര്യങ്ങളുണ്ട്, അല്ലാതെ അതിൻ്റെ വഴിക്ക് പൊക്കോളും. പിന്നെ എക്സ്ട്രാ വരുന്ന ഏതാണ്ട് പൈസ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 10,000 രൂപ ഉണ്ടാക്കി കൊടുക്കണം. കാരണം 65,000 രൂപയുടെ ഡോർ മാറ്റണമെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഇടിയാണ് പുറകിരിച്ചത്. പക്ഷേ ഡോറിൽ ഇടിച്ചുകൊണ്ട് ഈ ബമ്പറിനൊന്നും പറ്റിയിട്ടില്ല. ബമ്പറിൽ എൻ്റെ ബമ്പറിന്റെ പെയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞതിന്റെ ഭാഗത്ത് പെയിന്റ് ഇരിപ്പുണ്ട്. ഇത് കാണിച്ചിട്ട് അവന്മാർ പറയാം ബമ്പറെല്ലാം മാറ്റിക്കോളെ. ഞാൻ ഈ ബമ്പർ പൊട്ടിയിട്ടോ അനങ്ങിയിട്ടോ ഒന്നുമില്ലെന്നാലും ഞാൻ എൻ്റെ ആ പെയിന്റ് ഇങ്ങനെ ചുരണ്ടി. എൻ്റെ പണി ഈ ഓണർ എന്ന് പറഞ്ഞൊരു മണ്ടനാ. അവൻ വിചാരിച്ച് ഇതെല്ലാം വണ്ടിയോടെ മാറ്റിയേക്കാം, വേറത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുവാണല്ലോ എന്നുള്ള രീതിയിൽ പുള്ളി അതെങ്കിൽ മുതലെടുക്കാൻ നോക്കുക. ഞാൻ പുള്ളിയോട് ചേട്ടൻ നിങ്ങൾ ഇതെല്ലാം കൂടെ മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പൈസ അടയ്ക്കുന്നത് നിങ്ങൾ തന്നെ, ഇതിന് എക്സ്ട്രാ പൈസ ചാർജ് ചെയ്യും. ബമ്പറിനൊന്നും അത്രയും ഫുൾ കവർ ചെയ്തൊന്നും കാണത്തില്ല. ഞാൻ ഇതിങ്ങനെ ചുരണ്ടിയപ്പോൾ പുള്ളി എൻ്റെ വണ്ടിയെ തുടരുത്. ഞാൻ തൻ്റെ വണ്ടിയല്ല, ഇത് എൻ്റെ വണ്ടിയുടെ പെയിന്റ് ഞാൻ ഇങ്ങനെ എടുക്കുക. എൻ്റെ ഇത് മാന്തി മറിച്ച് കളഞ്ഞപ്പോഴത്തേന് അവിടെ ഒരുപാട് പോലും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഈ സ്ക്രാച്ച് ഉണ്ടാകുന്നൊക്കെ മറ്റേ സാധനം വരുത്തിച്ച് അവരെ കൊണ്ട് തന്നെ ഈ തുടപ്പിച്ച് ആ സാധനം തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താണ്ട്ര ആ ഏരിയയിൽ ഒന്നും പ്രശ്നമില്ല. ഇവർ പറഞ്ഞ സ്ഥലത്തൊന്നും ഇല്ല. ആ ഡോറിന്റെ പാത്രം പണിയായിട്ട് കുറച്ച് തന്നു. ഇല്ലാതെ ഇവന്മാർ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതും എല്ലാം മാറ്റിച്ച് തന്നെ കിട്ടിയ സമയത്തിന്. ഞാൻ നിങ്ങളിങ്ങനെ അയാൾ ഓണറോട് ഞാൻ പറഞ്ഞു ഇവന്മാർ ഇങ്ങനെ പലതും പറയും വരുമ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വണ്ടി ഇതുപോലെ തന്നെ എൻ്റെ എനിക്ക് മിക്കവാറും ചെറിയ ഇടികളുണ്ട്. ഇപ്പോൾ സിഗ്നലിനോട് വെച്ചൊരു വണ്ടിയുടെ പുറകിൽ നിന്നിടിച്ച് അവർ ഇതേപോലെ തന്നെ മാരുതിയുടെ സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ അവിടെ 16,000 രൂപയുടെ പെയിന്റിങ്ങാണ് നടത്താൻ പോകുന്നത്. അവർ പറയുന്നത് അങ്ങനത്തെ പെയിന്റ് ഇല്ല, ബമ്പർ ഭയങ്കര സംഭവമാണ്, 16,000 17,000 ആകുമെന്ന്. ഞാൻ വേറെ വർഷപ്പ് ചോദിച്ചപ്പോൾ അവർ 9,000 രൂപയ്ക്ക് ചെയ്ത് തരാം, 8,500 ഒരു 9 അതിൽ കൊള്ളാകത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിക്കും, നേരെ പകുതിയായി അപ്പം തന്നെ. എന്നിട്ട് ഇയാൾ ചെയ്തത് വേറെ സ്ഥലത്ത് പുള്ളിക്ക് കുറച്ചുകൂടി എന്തൊക്കെയോ വണ്ടിയുടെ താല്പര്യമുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു 11 രൂപയ്ക്കാണ് തീർന്നത്. എങ്കിൽ പോലും ഒരു 5-6 രൂപ ഇപ്പുറത്ത് അവർ അവിടെയും തീരത്തില്ലെന്നാണ് പറഞ്ഞത്. പിന്നെയും ചിലപ്പോൾ വേണ്ടി വരുമെന്ന് മനസ്സിലായോ? അത് ഷോറൂമിൽ ചെന്ന കുഴപ്പമുണ്ട്. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ ബമ്പർ മാറാനുണ്ട്, പിന്നെ എൻ്റെ വണ്ടിക്ക് സ്ഥിരമായിട്ട് കുഴപ്പമുണ്ട്. ഇത് ഷോറൂമിൽ കൊണ്ട് കൊടുക്കുന്നതല്ലാതെ ഈ പണ്ടാരം പകുതിയും ഇവൻ ശരിയാക്കത്തുമില്ല. ഇവർക്ക് മറ്റേ എന്തോ DPFO ഏതാണ്ടൊരു കോപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോണറ്റ് കിയക്കകത്ത് എപ്പോഴും ഈ മഞ്ഞ ലൈറ്റ് കത്തി കിടക്കുക, എഞ്ചിൻ ലൈറ്റ് കത്തി കിടക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് 2000 കിലോമീറ്റർ തൊട്ട് മഞ്ഞ ലൈറ്റ് കത്തി കിടക്കുക. അത് ഇപ്പോഴും കിട്ടിട്ടില്ല. ഇടയ്ക്കൊന്ന് കെടുത്തോ അവന്മാർ എങ്ങനെയോ ഏതാണ്ടൊക്കെ ചെയ്തു. 1,00,000 രൂപയുടെ സ്പെയർ പാർട്സ് മാറുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്.
ഏതാണ്ട് ഒരു ഫിൽറ്ററോ ഏതാണ്ട് സിസ്റ്റം വേണ്ടൊക്കെ, എന്നിട്ട് അത് ഇപ്പോഴും തന്നെ വീണ്ടും കത്തി കിടക്കുക. ഇനിയിപ്പോൾ നാളെ വരുന്നാൾ കൊണ്ട് കൊടുത്ത് കാണിച്ച് മെനക്കെടുത്തുക. നടക്കത്തില്ല ഇവരെ കൊണ്ട്. എനിക്കറിയത്തില്ല എന്തോ ഇനി മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഒക്കെ ഉള്ള വണ്ടികളാണ് ഇമാര് തള്ളി വിടുന്നതെന്ന് അറിയത്തില്ല. കിയ സോണറ്റിൻ്റെ കാര്യം പറഞ്ഞത്, കിയ സെൽറ്റോസിനകത്ത് ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് കിയ മിക്കവാറും പണി മേടിക്കും ഇവിടുന്ന്. ഈ പറഞ്ഞ പോലെ ഒരു പരിധി വരെയൊക്കെ ആൾക്കാരെ പറ്റിക്കുമായിരിക്കും ചെയ്തേക്കുന്നത്. ഒന്നും നമുക്ക് പറയാറായിട്ടില്ല, കാരണം കിയ വന്നിട്ട് അധികം ആയിട്ടുമില്ല. ഒരു 3-4 വർഷമൊക്കെ കഴിയുമ്പോഴേ കൃത്യമായിട്ടുള്ള സാധനം വരത്തില്ല. ആദ്യത്തെ കിയയ്ക്ക് കുഴപ്പമില്ല, പക്ഷേ രണ്ടാമത് ഇമാർ ബൾക്കായിട്ട് ഇറക്കിയപ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് വലിയ തട്ടിപ്പായിരുന്നിരിക്കാം. നമ്മളിനി പറയണം, ആ ഫോൺ വിളിക്കുമ്പോൾ പറയണം ഇന്ന പോലെ വണ്ടി മേടി നിങ്ങൾ തട്ടിവയ്ക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. വണ്ടി മേടിച്ചാൽ ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതുപോലത്തെ സാധനങ്ങൾ ഇറക്കുകയും ചെയ്യും. ലാസ്റ്റ് ചെയ്തിട്ട് നാട്ടുകാരെ മൊത്തം വിളിച്ച് പറയേണ്ട ഗതികേടും വരും. എല്ലാ രീതിയിലും എല്ലാവരും തട്ടിച്ചോണ്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. തട്ടിപ്പ് മാത്രമേ നടക്കുന്നുള്ളൂ ഇവിടെ. ഷോറൂമിൽ കയറി കഴിയുമ്പോഴത്തേനും പല കാരണങ്ങൾ. ഇപ്പം അവന്മാർ എൻ്റെ എല്ലാം മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഈ ഇൻഷുറൻസ് കവർ ആവും. പക്ഷേ എങ്കിൽ പോലുവേ തൊടുന്നതിന് പിടിച്ചതിന് എല്ലാം ഇങ്ങനെ മാറ്റി കൊടുത്താൽ ഇവിടെ ഇവരെന്തോ ഉദ്ദേശിക്കും ശരിക്കും അല്ലേ? ഈ സാധനം അവർ പിന്നെ അതുകൊണ്ട് വീണ്ടും നിവർത്തിക്കൊണ്ട് വരുമായിരിക്കടാ. മനസ്സിലായോ? ചെറിയ കേസല്ലേ ഉള്ളൂ, ഇത് നിവർത്താൻ എന്ത് പാട്. അതായിരിക്കും. അല്ലാതെ അപ്പോൾ ആ പുതിയതിൻ്റെ വിലയും കിട്ടും. മറ്റേന്ന് പറഞ്ഞാൽ 3000 രൂപയ്ക്ക് നിവർത്തി അടിച്ചിങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത്രയും പൈസ നമ്മുടെ നൂറ്റാൻ പറ്റത്തില്ലല്ലോ. ഇവനാകുമ്പോൾ ഇത് തന്നെ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി നേരെ അവിടെ കൊണ്ട് അവരുടെ വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോഴത്തേന് ഇത് ചെറിയൊരു മെഷീനകത്ത് കയറി ഇറങ്ങുമ്പോഴേ പെയിന്റ് അടിച്ച് ഇറങ്ങുമായിരിക്കും. വല്ല 1000 രൂപയുടെ പണിയേ കാണത്തുള്ളൂ അവർക്കത്. അവരതിന് വേറെ ഇത് മൊത്തം ബോണറ്റ് എൻ്റെ അറ്റൊന്ന് ചളിക്കുന്നത് ഫുൾ ബോണറ്റ് റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വെച്ചോണ്ടിരിക്കും. ഇതുവരെ ചെയ്തിട്ടില്ല. നോക്കട്ടെ ഇമാർ കുറച്ച് കഴിഞ്ഞ് ഞാൻ പറയും എനിക്ക് ബോണറ്റ് തരണമെന്ന് പറയും അഴിച്ചു കഴിഞ്ഞ്. അതൊന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ ഇരിക്കുമോ. അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെയാണ് എന്താ നീ അതിനോടൊന്ന് ചോദിക്കണേ. നമ്മളുടെ ഈ സ്പെയർ പാർട്സ് അയച്ചിട്ട് ആ പാർട്സ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കണം. ബമ്പറും എനിക്ക് വേണം, കാരണം ബമ്പർ ചെറുതായിട്ട് പൊട്ടിയിട്ടേ ഉള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പെയിന്റ് അടിച്ചാൽ എത്ര രൂപ? ഒരു 3500-4000 രൂപയ്ക്ക് ചിലപ്പോൾ തീർക്കും അത്. അത്രേ ഉള്ളൂ അതിന്റെ പരിപാടി. അത് വേണം എനിക്ക് സ്പെയർ ആയിട്ട് വീട്ടിൽ വെച്ചേക്കാം. അടുത്ത ഇടി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഫിറ്റ് ചെയ്ത് പിന്നില്ല. അതേപോലെ ഇതിങ്ങനെ മാറ്റി മാറ്റി വെക്കാമല്ലോ. ഇവരോട് പറയുക വേണ്ട സാറേ ഇനി ഇങ്ങോട്ട് വരുന്നില്ല, എല്ലാ പാർട്സും കയ്യിലുണ്ട്. സാധാരണ ഇതിൽ ഇടിക്കുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ സ്പെയർ വീട്ടിൽ തന്നെ. അതായിരിക്കും ലാഭം. മനസ്സിലായോ? എല്ലാം നിങ്ങൾ ഓരോ വണ്ടിയുടെ സ്പെയർ പാർട്സ് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ഒന്ന് വിളിച്ച് ചോദിക്കണേ അവരുടെ എങ്ങനെ ഇതിന്റെ പരിപാടി. ഇത് തിരിച്ചെടുത്താൽ പിന്നെ പൈസ കൂടുതൽ കൊടുക്കണം. ഇപ്പൊ കൂടുതൽ എന്തിനാ കൊടുക്കുന്നത്? പുതിയ സാധനം മേടിക്കുമ്പോൾ എന്തിനാ പഴയത് കൊടുക്കുന്നത് അല്ലേ? അതിങ്ങനെ എടുക്കണം. എനിക്ക് ബോണറ്റ് വീട്ടിൽ കൊണ്ടുവെക്കാനെന്ന് പറയും. അല്ലെങ്കിൽ ഇതിന്റെ പുറകെ കൊണ്ടുവെക്കാം. നല്ല രസമല്ലേ? സിൽവർ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബോണറ്റ്, ഒരു ബമ്പർ ഇവിടെ ഇങ്ങനെ തൂക്കി കിട്ടേക്കാം. അങ്ങനെ വണ്ടിയുടെ സ്പെയർ പാർട്സിന്റെ ഇടയിൽ ഇത് ബ്ലോഗ് ചെയ്യുന്നു. എന്താ സംഭവം? ഗ്യാരേജ് അല്ലിത്, ഷോറൂം അല്ലിത്, സർവീസ് സെന്റർ അല്ലിത്, ഇത് ഒരു കാർ ഓണറുടെ വീടാണ്. ഇങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ വന്ന്. പിന്നെ അകത്തുള്ള സാധനങ്ങൾ ഇവന്മാർ എന്തൊക്കെയോ മാറുമെന്ന് പറയുന്ന അല്ലാതെ അതും നമുക്കറിയത്തില്ല എന്താ ഈ മാറുന്നതെന്ന്. ഏതാണ്ട് കിടന്ന് കാണിക്കുന്നതാണ്. വേറെ ഏതൊക്കെ വണ്ടിക്കും പ്രശ്നങ്ങളുണ്ട് ഇങ്ങനത്തെ. ഈ മറ്റേ മഞ്ഞ ലൈറ്റ് കത്തി കിടക്കുക, എഞ്ചിൻ ലൈറ്റ് ഇങ്ങനെ കത്തി കിടക്കും. ഈ സോണറ്റിനകത്ത് ഒത്തിരി പേർക്കുണ്ട്. ഞാനിത് മേടിച്ച് പിന്നെ പലരും എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. ചിലരുടെ എഞ്ചിനൊക്കെ മാറ്റി വെച്ച് കൊടുത്തെന്ന് പറഞ്ഞു കേട്ടോ വണ്ടിയുടെ. ഇനിയിപ്പോൾ കൂടുതൽ സംഭവങ്ങൾ അങ്ങോട്ട് വഷളായാൽ വണ്ടി കത്തിക്കുന്ന സീനുണ്ട്. അത് ഞാൻ കണ്ടത്തിലിട്ട് ഞാൻ കത്തിക്കും. ഓൾ ഇന്ത്യ ഞാൻ നാറ്റിക്കും, എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ. അല്ല പിന്നെ എന്തോ ചെയ്യാൻ? എന്നിട്ട് നമ്മൾ വേറെ ഓട്ടോ പിടിച്ചു പോകും. എന്താ അത്രയൊക്കെ ചെയ്യണ്ടേ മിനിമം? നമ്മൾ മനുഷ്യനെ പറ്റിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ പറ്റിക്കരുത് എന്നുള്ളതിന് നാട്ടുകാരെ അറിയിക്കാൻ ഏറ്റവും നല്ല പണി വണ്ടി കത്തിക്കുക എന്നുള്ളത്. ഒരു കേസൊക്കെ വരുമായിരിക്കും, അത് കുഴപ്പമില്ല. എന്നാലും ഇന്ത്യ മുഴുവൻ അറിയും കിയ സോണറ്റിന്റെ പരിപാടി എന്ത്. കിയ മൊത്തത്തിൽ അബദ്ധമാണെന്ന് പറയുന്നുണ്ട് പലരും. 70,000 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടാൻ്റെ സകലവിധ സാധനങ്ങളും ക്യാമറയോ വേണ്ട സെൻസറോ വേണ്ടൊക്കെ ഒന്നിച്ചങ്ങ് അടിച്ചു പോവുക. അതൊരു പ്രത്യേകതരം പരിപാടിയാണ്. ഇലക്ട്രിക്കൽ എന്തോ പ്രശ്നമാണ്. സെൻസറും എല്ലാം പോയി. പിന്നെ അതിന് ഭയങ്കര പണി. സെൽറ്റോസ്. അപ്പൊ ഇതിപ്പോ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഇതുകൊണ്ട് ഓടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ 2000 കിലോമീറ്റർ ഇപ്പൊ 40,000 കിലോമീറ്റർ വരെ ഈ സാധനത്തിന് ഇടയ്ക്ക് ഒരു 5,000-6,000 കിലോമീറ്റർ ഇതും കത്താതെ കിടന്നിട്ടുള്ളൂ. ബാക്കി സമയം മൊത്തം ഇത് കത്തി കിടക്കുക. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വിൽക്കാൻ നേരത്തെ ആരും എടുക്കുവോ? വിൽക്കാൻ ഒറ്റ വഴിയുള്ളൂ. ആ സെൻസർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആരെങ്കിലും പറ്റിക്കേണ്ടി വരും. നമ്മൾ ഈ പറ്റിക്കലൊക്കെ ചെയ്യേണ്ടി വരും. ഇവന്മാർ കാരണം, ഈ നാറുകൾ കാരണം. അപ്പോൾ വേറെ ആൾ വഞ്ചിക്കപ്പെടും. എന്നെ വഞ്ചിച്ചു, ഞാൻ വേറെ വഞ്ചിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈക്കിളാണ് ഇത്, സർക്കിളാണ്. ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങ് മോളിൽ നിന്ന് ഒരുത്തം പറ്റിച്ച് താഴെ വരെ എത്തുമ്പോൾ ഇവിടെ നിന്ന് പറ്റിച്ച സാധനം അവിടെ മണ്ടയ്ക്ക് എത്തിക്കാണ്. ഏതാ വല്ല പച്ചക്കറിയുടെ രൂപത്തിലോ ഇറച്ചിയുടെ രൂപത്തിലോ ഫുഡിന്റെ രൂപത്തിലോ അവൻ അതാ തിന്നുന്നത്. പിന്നെ അതുകൂടാതെ ഇത്രയും പേര് പറ്റിക്കുന്നതിന്റെ വായുവാണ് അവൻ ശ്വസിക്കുന്നത്. അങ്ങനെ എല്ലാവരും പറ്റിച്ച് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു അപകടം ഉണ്ടാക്കുന്ന അല്ലാതെ ഇവർക്ക് ഇതിന് നേരെ തിരിച്ച് ചെയ്യാൻ അറിയത്തില്ല. എല്ലാവരും മാന്യമായിട്ട് ഇടപെട്ടാൽ ചിലപ്പോൾ ഈ അന്തരീക്ഷം തന്നെ നന്നായി പോകും. പ്രകൃതിയൊക്കെ ഭയങ്കര രസമായിരിക്കും കാണാൻ. ഇത്രയും പൊടി പോലും വരത്തില്ല. പൊടിയില്ല, കരിയില്ല, പുകയില്ല. ഒരിടത്ത് പുക, ഒരിടത്ത് കരി, എന്താ ആരും ഒന്നും പറയാത്തത്. അതിനെ പറ്റുന്ന ആരും പറയത്തോലില്ല. ചിലപ്പോൾ സിഗരറ്റിലേക്ക് നിൽക്കും, വെള്ളോടി കുറയും, ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഗവൺമെന്റ് വരുമാനമില്ല. ഗവൺമെന്റിന് വരുമാനം ഉണ്ടാവുള്ളൂ. കാരണം സർവീസ് നല്ല രീതിയിൽ ചെയ്യുമ്പോഴാണല്ലോ വരുമാനം കൂടുന്നത്. ഇപ്പോൾ വരുമാനം ഇല്ലാതാകുന്നതിന്റെ കാരണം ഇവന്മാരുടെ പൊട്ടത്തരം കൊണ്ടല്ലേ. ശരിക്കും നല്ല സർവീസ് വന്നാൽ വരുമാനം സ്വാഭാവികമായിട്ടും കൂടും. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂടിയല്ലോ, ആൾക്കാരുടെ ഹാപ്പിനെസ് കൂടിയല്ലോ. അവരുടെ സന്തോഷമായി കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയും കൈക്കൂലി മേടിക്കും അഴിമതി ചെയ്യേണ്ടി വരത്തില്ലല്ലോ. സന്തോഷമുള്ളവർ എന്തിനാണ് അഴിമതിക്ക് പോകുന്നത്? അത് പറ്റത്തില്ലല്ലോ. മാനസിക പ്രശ്നമുള്ളവരല്ലേ അഴിമതിക്കും ഈ തട്ടിപ്പിനും രണ്ട് SIP പോലെയൊക്കെ ആകുന്നത്. അല്ലാതെ എന്ത് പ്രശ്നം ഇത്? ഇതൊരു മാനസിക പ്രശ്നമാണ്. SBI ഇതിലും വലിയ പ്രശ്നമാണ്. SBI അതിലും മോശമാണ്.
എല്ലാം കണക്കാ. ഈ ബാങ്കിങ് വരുമ്പോ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാ. പ്രൈവറ്റ് ബാങ്കിങ്ങിൽ ഇത്രയും പ്രശ്നമില്ല അല്ലേ? ഇത് സൗത്ത് ഇന്ത്യൻ പ്രൈവറ്റ് ആണ് പോലും ആണ്, പക്ഷെ എങ്കിൽ പോലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെന്ന് കഴിഞ്ഞാൽ തന്നെ എന്തോ ഗവൺമെന്റ് ആശുപത്രി പോയ പോലെ. അതെ അതെ അതെ. അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞാൽ എല്ലാ അവിടെ നടക്കുന്ന എല്ലാ ഉടായ്പ നമുക്ക് മനസ്സിലാവും. എല്ലാരും പ്രശ്നമായിട്ടാണ് വരുന്നേ. അവിടെ നിന്നാൽ മതി, കസ്റ്റമേഴ്സുമായിട്ട് അടിയായിരുന്നു. അതൊന്നും അടിയാ. മാത്രമല്ല സർവീസ് വളരെ മോശമാണ്. എനിക്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അതായത് ഓൺലൈനിലൊന്നും കയറാറേ ഇല്ല. കയറിയാൽ ഈ ഓനോ എന്നൊക്കെ പറഞ്ഞ ആപ്പൊക്കെ തന്നിട്ടുണ്ട്, ഒന്നും കൊള്ളത്തില്ലെന്നേ. വൃത്തിയുടെ ആപ്പും വൃത്തിയത്തെ വെബ്സൈറ്റും നമ്മൾ എന്തെങ്കിലും ചെയ്തെടുക്കാൻ നോക്കി നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ICICI, ആക്സിസ്, HDFC ഇങ്ങനത്തെ സ്ഥലത്തോട്ട് മാറ്റി അക്കൗണ്ട് കുറേ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും അല്ല ഈ മൂന്നും ഏകദേശം ഒരുപോലെ ആട്ടെ. ഞാൻ IDB എടുത്തിട്ടില്ല, പക്ഷെ ഇത് മൂന്നും അടിപൊളിയാണ്. കോട്ടക്കും വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടൊക്കെ കോട്ടക്കിലാണല്ലോ, ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ അക്കൗണ്ട് കോട്ടക്കിൽ. കോട്ടക്കില ഇത് കോട്ടക്കില, മറ്റേത് കോട്ടക്കൽ. കോട്ടക്കിൽ കൊട്ടക്കീല കൊണ്ട് കോട്ടക്കീല കോട്ടക്കീല കൊണ്ട് കോട്ടക്കീല. അതുപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിന്റെ അക്കൗണ്ട് ബാങ്കിലുണ്ടല്ലോ, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി. SIB സൗത്ത് ഇന്ത്യൻ ബാങ്ക് പറ്റിച്ചേ, ഇവനെ പറ്റിച്ചേ. അയ്യോ അഞ്ച് ദിവസം ഇരിപ്പൊക്കെ ഉണ്ട് ഇങ്ങനെ, നോട്ടമൊക്കെ ഉണ്ട്. ഭയങ്കര രസമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര രസമാണ്. ഇത് നടക്കത്തൊന്നുമില്ലല്ലോ SIB. തിരിച്ചു വിളിക്കത്തില്ല. ഓ, ഇനി വിളിച്ചാൽ അടുത്ത അപ്പം നോക്കാം. അതടുത്ത